ഹായ് ഓൾ, ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്നുള്ള ആ ഒരു ടോപ്പിക്കിൻ്റെ മറ്റൊരു പ്രോബ്ലമാണ്. മറ്റൊരു രീതിയിലുള്ള പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ചേഞ്ചസ് ഇൻ ദി കസ്റ്റമർ എമംഗ്സ്റ്റ് 3 ഡെയിലീസ് ആർ ഗിവൺ ബിലോ. അതായത് 3 ന്യൂസ് പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് താഴെ തന്നിട്ടുള്ളത്. Sri Narayanan had maintained records of the number of customers of each newspaper, and it is assumed that no customer joined the community nor do any customer leave the community served by 3 diaries. ശ്രീനാരായണൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡാണ് 3 ന്യൂസ് പേപ്പേഴ്സിൻ്റെ റെക്കോർഡ്സ് താഴെ തന്നിട്ടുണ്ട്. ദേശാഭിമാനി, മാതൃഭൂമി, മലയാള മനോരമ, ഇങ്ങനെ 3 ന്യൂസ് പേപ്പേഴ്സിൻ്റെ റെക്കോർഡ്സ് തന്നിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ അസ്യൂം ചെയ്യുന്നത് ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ, അതായത് കമ്മ്യൂണിറ്റിയിൽ, മാർക്കറ്റിൽ പുതിയ കസ്റ്റമേഴ്സ് വരുന്നില്ല, പുതിയ കസ്റ്റമേഴ്സ് ജോയിൻ ചെയ്യുന്നില്ല, ഉള്ള കസ്റ്റമേഴ്സ് ലീവ് ചെയ്യുന്നില്ല. ഓക്കെ, എത്രയാണോ കസ്റ്റമേഴ്സ് എങ്കിൽ ഇത്രയും കസ്റ്റമേഴ്സ് തന്നെയാണ് റിട്ടൈൻ ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റിൽ റിട്ടൈൻ ചെയ്യുന്നത്. സോ ഓരോ ന്യൂസ് പേപ്പേഴ്സിൻ്റെയും ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ദേശാഭിമാനി ജനുവരി 1-ന്, ഫസ്റ്റ് ജനുവരിയിൽ 200 കോപ്പീസ് സെല് ചെയ്യുന്നുണ്ട്. അതായത് 200 കസ്റ്റമേഴ്സ് ഉണ്ട്. ഫെബ്രുവരിയിൽ അത് 240 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. മാതൃഭൂമിക്ക് 500 കസ്റ്റമേഴ്സ് ആണ് ജനുവരി 1-നുള്ളത്. ഫസ്റ്റ് ഫെബ്രുവരിക്ക് അത് 480 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് 20 കസ്റ്റമേഴ്സ് ലോസ് വന്നിട്ടുണ്ട്. മലയാള മനോരമയ്ക്ക് 300 കസ്റ്റമേഴ്സ് ആണ് ജനുവരി 1-ന്, ഫെബ്രുവരിയിൽ 280 ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി നോക്കാം. അറ്റ് എ ഗ്ലാൻസ് ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദേശാഭിമാനി ഗെയിൻസ് 40 കസ്റ്റമേഴ്സ് ഫ്രം മാതൃഭൂമി ആൻഡ് Malayalam Manorama in a month, but by analysis we can see that there are gains and losses. They may gain some readers and lose some other readers. The data in terms of losses and gains are given below. അതായത് നമുക്ക് ഈ ഒരു ഡാറ്റയിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ദേശാഭിമാനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 40 കസ്റ്റമേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ട്. 200 എന്നുള്ളത് 240 ആവുന്നുണ്ട്. മാതൃഭൂമിക്കും മലയാള മനോരമയ്ക്കും എന്താണ്, ലോസ് ആണ് സംഭവിച്ചത്. 500 എന്നുള്ളത് 480 ആണ്, 300 എന്നുള്ളത് 280 ആണ്. അതായത് രണ്ടിലും 20 വീതം കസ്റ്റമേഴ്സ് ലോസ് വന്നിട്ടുണ്ട്. ആ 20 കസ്റ്റമേഴ്സ്, അത് 20 + 20 40 കസ്റ്റമേഴ്സ് ഈ 2 പത്രങ്ങളിൽ നിന്നായിട്ട് ദേശാഭിമാനിക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ മറ്റു അതിൻ്റെ ഗെയിൻസ് ലോസസ് താഴെ തന്നിട്ടുണ്ട്. ചേഞ്ചസ് ഇൻ ജനുവരി എന്തൊക്കെയാണ് ഗെയിൻ ലോസസ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ദേശാഭിമാനിയുടെ ലോസ് 40 ആണ്. 40 കസ്റ്റമേഴ്സ് ലോസ് ആണ്. 80 കസ്റ്റമേഴ്സ് ഗെയിൻസ് ആണ്. സോ ഫെബ്രുവരിയിൽ അത് 240 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. മാതൃഭൂമിക്ക് 50 കസ്റ്റമേഴ്സ് ലോസ് ആണ്. 30 കസ്റ്റമേഴ്സ് ഗെയിൻസ് ആണ്. ഫെബ്രുവരിയിൽ 480. മലയാള മനോരമ 40, 20, 280. ഈ രീതിയിലാണ് അതിൻ്റെ ലോസും ഗെയിനും പറയുന്നത്. Okay, then it may be observed that the gains and losses of any paper occur through a comply movement of customers from one brand to another, involving all three newspapers. This is referred to in marketing as brand switching. അതായത് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് 3 ബ്രാൻഡിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ദേശാഭിമാനിക്ക് ലോസ് വന്നിട്ടുള്ളത്, അല്ലെ? അതായത് ദേശാഭിമാനിയുടെ 40 കസ്റ്റമേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, മാതൃഭൂമിയിലേക്കും മലയാള മനോരമയിലേക്കും മൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാതൃഭൂമിയുടെയും മലയാള മനോരമയുടെയും കസ്റ്റമേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റു പത്രങ്ങളിലേക്കും, മറ്റു 2 പത്രങ്ങളിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഗെയിനും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. പുതിയ കസ്റ്റമർ, അതായത് ഉള്ള കസ്റ്റമേഴ്സ് പോയി പുതിയ കസ്റ്റമേഴ്സ് പകരം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രാൻഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. We can ascertain that out of its 200 customers, ദേശാഭിമാനി lost 40 customers. അത് നമുക്ക് ഈ ഒരു ടേബിൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 40 കസ്റ്റമേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, നഷ്ടം വന്നിട്ടുണ്ട്, ലോസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആകെ ഉണ്ടായിരുന്ന 200 കസ്റ്റമേഴ്സ് ആണ്, അല്ലെ? 200-ൽ നിന്ന് ദേശാഭിമാനിക്ക് ആകെ ജനുവരി 1 ജനുവരി മാസത്തിൽ ഉണ്ടായിരുന്ന 200 കസ്റ്റമേഴ്സ് ആണ്. അതിൽ 40 കസ്റ്റമേഴ്സ് ലോസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 160 കസ്റ്റമേഴ്സ് ആണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, റിട്ടൈൻ ചെയ്തിട്ടുള്ളത്, അല്ലെ? അതായത് 200 കസ്റ്റമേഴ്സ് ആണ് ഉണ്ടായിരുന്നത്, 40 കസ്റ്റമേഴ്സ് ലോസ് വന്നു. 200 കസ്റ്റമേഴ്സ് 40 കസ്റ്റമർ പോയി കഴിഞ്ഞാൽ ബാക്കി 160 കസ്റ്റമേഴ്സ് ആണുള്ളത്. സോ ഹെൻസ് ദി പ്രോബബിലിറ്റി ഓഫ് റിട്ടൈനിങ് കസ്റ്റമർ ഈസ് 160 divided by 200, that is 0.8. അതായത് 80% അവിടുത്തെ റിട്ടൈനിങ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. Then transitional probabilities can be computed on the basis of detailed data. It is given below. അതായത് നമുക്ക് transitional probabilities കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡാറ്റയും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത്. മാതൃഭൂമി, ദേശാഭിമാനി, മാതൃഭൂമി, മലയാള മനോരമ. അതിൻ്റെ ഗെയിൻസ് തന്നിട്ടുണ്ട്, ലോസസ് തന്നിട്ടുണ്ട് ഓരോന്നിൻ്റെയും. അതായത് ദേശാഭിമാനിയുടെ
from D. D means Deshabhimani, M means Madrubhumi, MM means Malayalam Manorama. Deshabhimaniയുടെ ഗെയിൻസ് എന്ന് പറയുന്നത് ഫ്രം ഡി, ദേശാഭിമാനിയിൽ നിന്ന് 0 കസ്റ്റമേഴ്സ് വരുന്നു. ആൻഡ് ഫ്രം മാതൃഭൂമിയിൽ നിന്ന് 45 കസ്റ്റമേഴ്സ് വരുന്നു. മലയാള മനോരമയിൽ നിന്ന് 35 കസ്റ്റമേഴ്സ് വരുന്നു. അതേപോലെ തന്നെ മാതൃഭൂമിയുടെ ഗെയിൻസ് എന്ന് പറയുന്നത് ദേശാഭിമാനിയിൽ നിന്ന് 25 കസ്റ്റമേഴ്സും മാതൃഭൂമിയിൽ നിന്ന് 0 കസ്റ്റമേഴ്സും മലയാള മനോരമയിൽ നിന്ന് 5 കസ്റ്റമേഴ്സും. അതേപോലെ തന്നെ മലയാള മനോരമയുടെ ഇത് ലോസസ് നോക്കാം. ദേശാഭിമാനിയുടെ ലോസസ് എന്ന് പറയുന്നത് മാതൃഭൂമിയിലേക്ക് 25 കസ്റ്റമേഴ്സ് പോകുന്നുണ്ട് അല്ലെ. മാതൃഭൂമിയിലേക്ക് 25 കസ്റ്റമേഴ്സ് പോകുന്നത് എവിടെ നിന്നാണ്? ഡിയിൽ നിന്നാണ് അല്ലെ. അത് ഇവിടെ ലോസ് ആയിട്ടും കാണിക്കുന്നത്. സെയിം രണ്ട് ഡാറ്റയും സെയിം തന്നെയാണ്, ജസ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നു എന്ന് മാത്രം. ഓക്കെ, ദെൻ ഫെബ്രുവരി ആകുമ്പോൾ ദേശാഭിമാനിയുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് 240 ആണ്, മാതൃഭൂമി 480 ആണ്, 280 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മുമ്പേ തന്നിട്ടുള്ള ഇൻഫർമേഷൻസിന്റെ തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ട്രാൻസിഷണൽ പ്രോബബിലിറ്റി മാട്രിക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈ പ്രോബ്ലത്തിന്റെ പ്രോബബിലിറ്റീസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത അതേപോലത്തെ ഒരു ടേബിളാണ്. സോ ഈ ടേബിളിൽ റെപ്രസെന്റ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന്റെ ലോസസ് ആണ്. കോളംസ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ ഗെയിൻസ് ആണ്, അതായത് കസ്റ്റമർ ഗെയിൻ ആണ്. അതായത് ദേശാഭിമാനിയുടെ ഗെയിൻസ് ആണ് ഈ ഒരു കോളത്തിൽ നമ്മൾ പ്രോബിലിറ്റി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദേശാഭിമാനിയുടെ ലോസസ് ആണ് നമ്മൾ ഈ ഒരു റോയിലായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഗെയിൻസും ലോസസും തന്നിട്ടുണ്ട്. സോ ഈ ഗെയിൻസും ലോസസും നമ്മൾ പ്രോബബിലിറ്റി ആയിട്ട് നമ്മൾ ഒരു മെട്രിക്സിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യണം, അതായത് ഏത് ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്, ഏത് ഓർഡറിലാണ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യണം. റോ വൈസ്, കോളം വൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ഗെയിൻസ് ആണ്. റോ വൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ലോസസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ കോളം വൈസ് ആയിട്ട് എടുക്കുന്നു. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ കോളം ആയതുകൊണ്ട് തന്നെ ഗെയിൻ ആണ് എടുക്കേണ്ടത്. സോ ഗെയിൻ ഫസ്റ്റ് ആണ് വരുന്നത് ദേശാഭിമാനി, അതായത് ഡി ടു ഡി, ഡിയിൽ നിന്നും ദേശാഭിമാനിയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് മീൻസ് അവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? റിട്ടൻഷൻ ഓഫ് കസ്റ്റമേഴ്സ് ആണ്, അതിന്റെ പ്രോബബിലിറ്റി ആണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ റിട്ടൈൻ ചെയ്യുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് 200 കസ്റ്റമേഴ്സ് ആണ് ജനുവരിയിൽ ദേശാഭിമാനിക്ക് ഉണ്ടായിരുന്നത്. അവിടെ നമുക്ക് ലോസ് തന്നിട്ടുണ്ട്, 40 കസ്റ്റമേഴ്സ് ലോസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 200-ൽ നിന്നും 40 കസ്റ്റമേഴ്സ് ലോസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 160 കസ്റ്റമേഴ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രോബിലിറ്റി കാണും? 160 ഡിവൈഡഡ് ബൈ 160 ഡിവൈഡഡ് ബൈ 200 ഈക്വൽ ടു 0.8. ഇതാണ് ഡി, അതായത് ദേശാഭിമാനിയുടെ റിട്ടൻഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.8 ആണ്. ദെൻ മാതൃഭൂമിയിൽ നിന്നും ദേശാഭിമാനിയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന്റെ പ്രോബബിലിറ്റി, വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? സോ ഗെയിൻ തന്നിട്ടുണ്ട് 45 ആണ്. ഓക്കെ, നെക്സ്റ്റ് മാതൃഭൂമിയിൽ നിന്നും ദേശാഭിമാനിയിലേക്ക് വരാനുള്ള പ്രോബബിലിറ്റി ആണ് പറയുന്നത്. സോ മാതൃഭൂമിയിൽ നിന്നും ദേശാഭിമാനിയിലേക്ക് ഫ്രം എം, ദേശാഭിമാനിയിലേക്ക് ഫ്രം എമ്മിൽ നിന്ന് വരുന്ന എത്രയാണ്? 45 കസ്റ്റമേഴ്സ് ആണ് അല്ലെ. 45 കസ്റ്റമേഴ്സ് ആണ് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. 45 ഡിവൈഡഡ് ബൈ, എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 45 ഡിവൈഡഡ് ബൈ മാതൃഭൂമിയുടെ കസ്റ്റമേഴ്സ് എത്രയാണ് ഉണ്ടായിരുന്നത്? 500 കസ്റ്റമേഴ്സ് ആണ് ജനുവരിയിൽ ഉണ്ടായിരുന്നത്. ജനുവരിയിൽ 500 കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഔട്ട് ഓഫ് 500 ആണ് എന്ത് ചെയ്യുന്നത്? 45 കസ്റ്റമേഴ്സ് വരുന്നത്. ഓക്കെ, സോ 45 ഡിവൈഡഡ് ബൈ 500 ഈക്വൽ ടു 0.09. 0.09 ആണ് ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ മലയാള മനോരമയിൽ നിന്നും ദേശാഭിമാനിയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന്റെ പ്രോബബിലിറ്റി. മലയാള മനോരമയിൽ നിന്ന് എത്ര കസ്റ്റമേഴ്സ് ആണ് വരുന്നത്? 35 കസ്റ്റമേഴ്സ് ആണ് വരുന്നത്. ഔട്ട് ഓഫ് എത്ര? 300 കസ്റ്റമേഴ്സിൽ നിന്ന് 35 കസ്റ്റമേഴ്സ് ആണ് ദേശാഭിമാനിയിലേക്ക് വരുന്നത്. സോ 35 ഡിവൈഡഡ് ബൈ 300 ഈക്വൽ ടു 0.117 ആണ് അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? മാതൃഭൂമിയുടെ കാണുന്നു. മാതൃഭൂമിയുടെ ദേശാഭിമാനിയിൽ നിന്നും മാതൃഭൂമിയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം നോക്കാം. നമുക്ക് ഗെയിൻസ് നോക്കാം. മാതൃഭൂമി ദേശാഭിമാനിയിൽ നിന്ന് ഫ്രം ഡിയിൽ നിന്ന് എത്രയാണ്? 25 കസ്റ്റമേഴ്സ് ആണ്. ഔട്ട് ഓഫ് 200 കസ്റ്റമേഴ്സ് അല്ല, ദേശാഭിമാനിയുടെ 200 കസ്റ്റമേഴ്സ് ആണ്. സോ 200 കസ്റ്റമേഴ്സിൽ നിന്ന് ഡിവൈഡഡ് ബൈ 200 ഈക്വൽ ടു 0.125. ഓക്കെ, ദെൻ നെക്സ്റ്റ്
നെക്സ്റ്റ് നമ്മൾ ഇത് ചെയ്യുന്നു, ദേശാഭിമാനിയിൽ നിന്നും മലയാള മനോരമയിലേക്ക് പോകുന്നത്. ദേശാഭിമാനി ഫ്രം ഡി മലയാള മനോരമ 15 കസ്റ്റമേഴ്സ് ഔട്ട് ഓഫ് എത്രയാണ് 200 അല്ലെ, 200 ആണ് വരുന്നത്. സോ 200 ചെയ്യണം, അതായത് 15 കസ്റ്റമേഴ്സ്, 15 ഡിവൈഡഡ് ബൈ 200 ഈക്വൽ ടു 0.075 ആണ് ആൻസർ കിട്ടുക. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള എല്ലാം ചെയ്യും. ഓക്കെ ഓക്കെ ഇനി നെക്സ്റ്റ് മാതൃഭൂമിയിൽ നിന്നും മാതൃഭൂമിയിലേക്ക്, അതായത് ഇവിടെ റിട്ടൻഷൻ ആണ് വരിക അല്ലെ. ഇവിടെ നമ്മൾ റിട്ടൻഷൻ പറഞ്ഞ പോലെ ഇവിടെയും റിട്ടൻഷൻ ആണ് വരിക. മാതൃഭൂമിയിൽ നിന്നും മാതൃഭൂമിയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ്, മാതൃഭൂമിയിൽ എത്ര കസ്റ്റമേഴ്സ് ആണ് ഉണ്ടായിരുന്നത്, 500 കസ്റ്റമേഴ്സ് ആണ് ഉണ്ടായിരുന്നത്, 480 ആയിട്ടുണ്ട്. സോ നമ്മളിവിടെ ലോസ് പറഞ്ഞിട്ടുണ്ട്, 500ൽ നിന്നും 50 കസ്റ്റമേഴ്സ് ലോസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് 450 കസ്റ്റമേഴ്സ് ആണ് റിട്ടൈൻ ചെയ്യുന്നത് അല്ലെ. സോ 450 ഡിവൈഡ് ബൈ ഔട്ട് ഓഫ് 500 കസ്റ്റമേഴ്സ് അല്ലെ, 500 കസ്റ്റമേഴ്സ് ഈക്വൽ ടു 0.9. അതേപോലെ തന്നെ നെക്സ്റ്റ് ഓക്കെ ഇത് നെക്സ്റ്റ് മലയാള മനോരമയിൽ നിന്നും മലയാള മനോരമയിലേക്ക്, അതായത് ഇവിടെ റിട്ടൻഷൻ ആണ് എഴുതേണ്ടത്. റിട്ടൻഷൻ നോക്കാം നമുക്ക്. മലയാള മനോരമയിൽ ജനുവരിയിൽ ഉണ്ടായിരുന്ന 300 കസ്റ്റമേഴ്സ് ആണ്, അത് 280 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ലോസ് പറഞ്ഞിട്ടുണ്ട് 40 കസ്റ്റമേഴ്സിന്റെ ലോസ് ആണ്. ദാറ്റ് മീൻസ് 300 മൈനസ് 40 ദാറ്റ് ഈസ് 260 അല്ലെ, 260 കസ്റ്റമേഴ്സ് ആണ് റിട്ടൈൻ ചെയ്യുന്നത്. സോ നമ്മളവിടെ കാണിക്കേണ്ടത് 260 ഡിവൈഡഡ് ബൈ 300 ഈക്വൽ ടു 0.866. ഈ രീതിയിലാണ് നമ്മൾ പ്രോബബിലിറ്റി മെട്രിക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രോബബിലിറ്റി മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു ഫോർമാറ്റിലേക്ക്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ ജസ്റ്റ് മാറ്റി എഴുതും. ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷനും കൂടെ എഴുതേണ്ടതുണ്ട്. റോ റെപ്രസെന്റ് ചെയ്യുന്നത് ലോസ് ആണ്, കോളം റെപ്രസെന്റ് ചെയ്യുന്നത് ഗെയിൻസ് ആണ്. സോ നമ്മൾ ജസ്റ്റ് അതൊന്ന് പറയാം. അത് ദേശാഭിമാനിയുടെ ഗെയിൻസ് എന്ന് പറയുന്നത് 0.8 റിട്ടൻഷനും, അതുപോലെ തന്നെ ഫ്രം മാതൃഭൂമി 0.09 ആൻഡ് ഫ്രം മലയാള മനോരമ 0.1/7. ഇതാണ് ഇതിന്റെ ഗെയിൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ലോസ് എന്ന് പറയുന്നത് 0.125, 0.075. ഇതാണ് അതിന്റെ ലോസ് എന്ന് പറയുന്നത്. സോ ആ ഒരു കസ്റ്റമേഴ്സിന്റെ എണ്ണം നമ്മൾ നേരത്തെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ആ ഒരു എണ്ണം കൂടെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതിനൊന്ന് ഇന്റർപ്രിട്ടേഷനും കൂടെ ഒരു പ്രോബ്ലം സൊല്യൂഷന്റെ ഭാഗമായിട്ട് നമ്മൾ എഴുതേണ്ടതുണ്ട്. ഈ ഒരു രീതിയിൽ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ എഴുതേണ്ടതുണ്ട്. റോ 1 ഇൻഡിക്കേറ്റ് ദാറ്റ് ന്യൂസ് പേപ്പർ ദേശാഭിമാനി റിറ്റെയിൻസ് 0.8 ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്, ദാറ്റ് ഈസ് 160 കസ്റ്റമേഴ്സ്. ലോസസ് 0.125 ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്, ദാറ്റ് ഈസ് 25, ആൻഡ് ടു മാതൃഭൂമി, ആൻഡ് 0.075 ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് ടു മലയാള മനോരമ, ദാറ്റ് ഈസ് 15. ഓക്കെ ഇതിന് റോ 2 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയുടെ ലോസ് എന്ന് പറയുന്നത് ദേശാഭിമാനിയിലേക്ക് 45 കസ്റ്റമേഴ്സ്, ദാറ്റ് ഈസ് 0.09, ആൻഡ് റിമെയിൻ 0.9 കസ്റ്റമേഴ്സ്, ദാറ്റ് ഈസ് 450 customers are remaining, and loss is 0.01 of its customers to Malayalam Manorama, that is 5 customers. Then row 3 shows the newspaper Malayalam Manorama losses എന്ന് പറയുന്നത് 0.117 to Deshabhimani and 0.017 to Madhrubhumi, and the retaining is 0.866, that is 260 customers. Okay, then column interpretation column interpretation എന്ന് പറയുന്നത് എന്താണ്, column gain ആണ് പറയുന്നത്. സോ ഗെയിനുകൾ പറയുന്നത് ദേശാഭിമാനിയുടെ ഗെയിൻ എന്ന് പറയുന്നത് 0.8 റിട്ടൻഷനും, അതുപോലെ തന്നെ 0.9 മാതൃഭൂമിയിൽ നിന്നുള്ള ഗെയിന്, ദെൻ 0.117 മലയാള മനോരമയിൽ നിന്നുള്ള ഗെയിന്. അതേപോലെ തന്നെ കോളം 2 എന്ന് പറയുന്നത് മാതൃഭൂമിയുടെ ഗെയിനുകളാണ്. സോ ആ ടേബിളിലെ കാര്യങ്ങൾ ജസ്റ്റ് ഒരു സെന്റൻസ് ആയിട്ട് എഴുതുന്നു എന്ന് മാത്രം. കോളം 3 മലയാള മനോരമയുടെ ഗെയിനുമാണ്. ഈ ഒരു രീതിയിൽ ഇന്റർപ്രിട്ടേഷനും കൂടെ നമ്മൾ ഇതിന് എഴുതേണ്ടതുണ്ട്. ഓക്കെ എത്രയാണ് ഈ ഒരു ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സിൽ പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ മാർക്കോവ് അനാലിസിസിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് ഷെയർ പ്രിഡിക്ഷന് വേണ്ടിയിട്ട് മാർക്കോവ് അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. സോ എങ്ങനെയാണ് ഈ മാർക്കോവ് അനാലിസിസ് മാർക്കറ്റ് ഷെയർ പ്രിഡിക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ സെയിം എക്സാമ്പിൾ, കഴിഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ എക്സാമ്പിൾ നമ്മൾ കുറച്ച് അസംഷൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ അസംഷൻസ് ഇവിടെ ഒന്ന് പറയാം. എന്താണ് അസംഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സിലെ ട്രാൻസിഷൻ പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് തുടരുന്നു, അല്ലെങ്കിൽ കോൺസ്റ്റന്റ്
ആയിട്ട് നമ്മൾ ഈ സ്റ്റഡി പീരീഡിലേക്ക് ആ പ്രോബബിലിറ്റീസ് കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. അതായത് ഇവിടെ 3 ഔട്ട്കം ആണുള്ളത്, 3 ന്യൂസ് പേപ്പേഴ്സ് ആണ് മാർക്കറ്റിലുള്ളത്. സോ ഈ ഒരു പർട്ടിക്കുലർ പീരീഡിൽ, അതായത് നമ്മൾ ഇനി സ്റ്റഡി ചെയ്യാൻ പോകുന്ന മാർക്കറ്റ് ഷെയറിനെ കുറിച്ച് പ്രിഡിക്റ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു പീരീഡ്, ആ ഫ്യൂച്ചർ പീരീഡ് എന്ന് പറയുന്നത്, അവിടെയും ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ നിന്ന് മറ്റൊരു ബ്രാൻഡിലേക്ക് റാൻഡം ആയിട്ട് അവർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും അവരുടെ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്, അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അതായത് പാസ്റ്റ് പീരീഡിലുള്ള പ്രോബബിലിറ്റി തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ട്രാൻസിഷണൽ പ്രോബബിലിറ്റീസ് തന്നെയാണ് ഇവിടെയും പ്രോബബിലിറ്റി ആയിട്ട് എടുക്കുന്നത്. സോ ആ ഒരു എക്സാമ്പിളിന്റെ ഹെൽപ്പോട് കൂടിയിട്ട്, ആ ഇൻഫർമേഷൻസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ ഈ 3 ന്യൂസ് പേപ്പേഴ്സിന്റെയും, മാതൃഭൂമി, അതുപോലെ മലയാള മനോരമ, ദേശാഭിമാനി, ഈ 3 പേപ്പേഴ്സിന്റെയും മാർക്കറ്റ് ഷെയർ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ട് കഴിഞ്ഞ എക്സാമ്പിൾ നമ്മൾ കണ്ടത് ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും ഇൻഫർമേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ആ ഇൻഫർമേഷന്റെ ബേസിൽ നമ്മൾ ഫെബ്രുവരിയിലെ മാർക്കറ്റ് ഷെയർ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ഫെബ്രുവരിയിലെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്, ദി മാർക്കറ്റ് ഷെയർ ഓൺ February 1st ഈസ് ഗിവൺ ബിലോ. ദേശാഭിമാനിയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 240 കസ്റ്റമേഴ്സ് ആണ് ഫെബ്രുവരിയിൽ, അല്ലെ? 200 കസ്റ്റമേഴ്സ് ആയിരുന്നു ജനുവരിയിൽ ഉണ്ടായിരുന്നത്. 40 കസ്റ്റമേഴ്സ് എക്സ്ട്രാ വന്നിട്ട് 240 കസ്റ്റമേഴ്സ് ആയിട്ട് ഉയർന്നിട്ടുണ്ട്. സോ 240 ഡിവൈഡഡ് ബൈ 1000 ആണ് അവിടെ ടോട്ടൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളത്, അല്ലെ? നമുക്ക് നേരത്തെ കണ്ടതാണ് 1000 കസ്റ്റമേഴ്സ് ആയത്. ദേശാഭിമാനിയുടെ 200 ആണ് ജനുവരിയിലുള്ളത്. ദെൻ മാതൃഭൂമി 500 ആണ് ജനുവരിയിലുള്ളത്. മലയാള മനോരമ 300 ആണ്. സോ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 1000 കസ്റ്റമേഴ്സ് ആണ്. സോ 1000 കസ്റ്റമേഴ്സിൽ 240 കസ്റ്റമേഴ്സ് ആരുടെയാണ്? ദേശാഭിമാനിയുടെ കസ്റ്റമേഴ്സ് ആണ്. സോ 0.24 ആണ് ദേശാഭിമാനിയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ മാതൃഭൂമിയുടെ ഷെയർ എന്ന് പറയുന്നത് 480 കസ്റ്റമേഴ്സ് ആണ് ഫെബ്രുവരിയിലുള്ളത്. സോ 480 ഡിവൈഡ് ബൈ 1000, 0.48. മനോരമയുടേത് 280 ഡിവൈഡ് ബൈ 1000 is 0.28. ഇതാണ് ഫെബ്രുവരിയിലെ ഡാറ്റ, അല്ലെങ്കിൽ ഫെബ്രുവരിയിലെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. ഈ ഫെബ്രുവരിയിലെ മാർക്കറ്റ് ഷെയർ നമ്മളൊരു മെഷർമെന്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രിഡിക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു മെഷറായിട്ട് നമ്മൾ എടുക്കുന്നു. ഈ ഇൻഫർമേഷന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാർച്ചിലെ മെഷർമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് മാർച്ചിലെ മാർക്കറ്റ് ഷെയർ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് പ്രിഡിക്ഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സിനെ ഈ ഒരു ഫെബ്രുവരിയിലെ മാർക്കറ്റ് ഷെയറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ഈ ഒരു എൻ്റയർ റോയെ നമ്മൾ എന്ത് ചെയ്യണം? കോളവുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഈ ഒരു കോളവുമായിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ഈ ഒരു കോളവുമായി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? അതായത് 0.248 into 0.8 plus 0.48 into 0.09 plus 0.28 into 0.117. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.268 ആണ്. 0.268. ഓക്കെ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു എൻ്റയർ റോയെ നമ്മൾ ഈ ഒരു കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.467 ആണ്. 0.467. അതുപോലെ തന്നെ നെക്സ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ ഒരു കോളം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ ഒരു ഇതുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കോളത്തെ നമ്മൾ ഈ ഒരു റോയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.265 ആണ്. ആൻസർ കിട്ടുന്നത് 0.265 ആണ്. സോ ഇതാണ് നമ്മുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് മാർച്ചിലെ ഓരോ ന്യൂസ് പേപ്പേഴ്സിന്റെയും മാർക്കറ്റ് ഷെയർ എന്ന് പറയും. ഫസ്റ്റ് വൺ അതായത് ദേശാഭിമാനി, ദെൻ മാതൃഭൂമി, ദെൻ മലയാള മനോരമയുടെ മാർച്ചിലെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ഇതാണ്. ഈ രീതിയിലാണ് നമ്മൾ മാർക്കറ്റ് ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ട്രാൻസിഷൻ പ്രോബബിലിറ്റീസിനെ നമുക്ക് തന്നിട്ടുള്ള മാർക്കറ്റ് ഷെയറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നെക്സ്റ്റ്, അതായത് പ്രീവിയസ് മന്തിലെ കറന്റ് മന്തിലെ മാർക്കറ്റ് ഷെയറിനെ ട്രാൻസിഷൻ പ്രോബബിലിറ്റിയുമായി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വരുന്ന പീരീഡിലെ മാർക്കറ്റ് ഷെയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ഇനി എങ്ങനെ നമുക്ക് മാർച്ച് കഴിഞ്ഞു? മാർച്ചിൽ കഴിഞ്ഞ് നെക്സ്റ്റ് ഏപ്രിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഏപ്രിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു മാർക്കറ്റ് ഷെയർ, അതായത് മാർച്ചിലെ മാർക്കറ്റ് ഷെയറിനെ നമ്മൾ ട്രാൻസിഷൻ പ്രോബബിലിറ്റിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഏപ്രിൽ മാർക്കറ്റ് ഷെയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് അതൊന്നും കൂടെ കാണിക്കാം. മാർച്ചിലെ മാർക്കറ്റ് ഷെയർ ആണ് നമുക്ക് നേരത്തെ കണ്ടെത്തിയിട്ടുള്ളത്. സോ നമ്മൾ ട്രാൻസിഷൻ പ്രോബബിലിറ്റിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ്, അതായത് നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു എൻ്റയർ റോയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു കോളവുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് ടോട്ടൽ ചെയ്യുന്നു. അത് കിട്ടുന്ന വാല്യൂ ആണ് നെക്സ്റ്റ് മന്തിൽ ദേശാഭിമാനിയുടെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ദേശാഭിമാനിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദേശാഭിമാനിയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് കാൽക്കുലേഷൻസ് വരുന്നത്, സോ എങ്ങനെയാണ് റിസൾട്ട് വരുന്നത് എന്നുള്ളത് നോക്കാം. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.287
സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് നെക്സ്റ്റ് മന്തിലെയും അത് കഴിഞ്ഞ് വരുന്ന മന്തിലെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, മാർക്കറ്റ് ഷെയറുകൾ പ്രിഡിക്റ്റ് ചെയ്യാവുന്നതാണ്. സെയിം പ്രോബബിലിറ്റി ഉപയോഗിച്ചിട്ട്. അസംഷൻ എന്ന് പറയുന്ന പ്രോബബിലിറ്റിയിൽ ചേഞ്ച് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ.